നമസ്കാരം. കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ വളരെയധികം ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പുരോഗതി നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. എന്തെല്ലാം പുരോഗതികളും നേട്ടങ്ങളും ജീവിതത്തിലുണ്ടാകുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഇതിൽ നിന്നും നേരെ വിപരീതമായി വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദ്യ ഒരു 2 ആഴ്ചകളിലെല്ലാം കിട്ടുന്ന ഒരു സാമ്പത്തികം സേവ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ അഹങ്കരിക്കാതെ നിങ്ങൾക്ക് വീണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്ലാനെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി നല്ല രീതിയിൽ എല്ലാ ദിവസവും ജോലി ഉണ്ടാകുകയും അല്ലെങ്കിൽ സാമ്പത്തികം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ കുറച്ച് നാൾ അതായത് 2 ആഴ്ചയോ അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും ജോലി ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകുക. നല്ല സാമ്പത്തികം ഇപ്പോൾ ആദ്യം കിട്ടിയ സാമ്പത്തികമെല്ലാം ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളും ഇതുപോലെ തന്നെയാണ്. വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വീട്ടിൽ ഒരു സന്തോഷപരമായ അവസ്ഥ നിലനിർത്തുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, കുട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, മുതിർന്ന വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ മുരുകൻ സ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും.